നമസ്കാരം. 1984 സിഖ് വിരുദ്ധ കലാപം, ആ കലാപത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ സജ്ജൻ കുമാറിന് കോടതി ഇപ്പോൾ ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുകയാണ്. ദില്ലി റോസ് അവന്യൂ പ്രത്യേക കോടതിയാണ് സജ്ജൻ കുമാറിന് ശിക്ഷ വിധിച്ചത്. 1984 നടന്ന കലാപമാണ്. നമുക്കറിയാം, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യായമാണ് ഈ സിഖ് വിരുദ്ധ കലാപം. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ചരിത്രം ചർച്ച ചെയ്യുന്ന ഒരു കറുത്ത അധ്യായം തന്നെ ആയിരിക്കണം ഈ സിഖ് വിരുദ്ധ കലാപം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നാണ് ഈ കലാപം അരങ്ങേറിയത്. സിഖുകാരായ 2 സുരക്ഷാ ജീവനക്കാരാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കൊലപാതകത്തിന് ശേഷം രോഷാകുലരായ കോൺഗ്രസ് പ്രവർത്തകർ സിഖുകാരെ എവിടെ കണ്ടാലും, നിരപരാധികളായ സിഖുകാരെ എവിടെ കണ്ടാലും ആക്രമിക്കുക പതിവായിരുന്നു ആ സമയത്ത്. അതാണ് സിഖ് വിരുദ്ധ കലാപമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി സിഖുകാരെ ആക്രമിച്ചു, സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ കൊലപ്പെടുത്തി, അവരുടെ സ്ഥാപനങ്ങളും വീടുകളുമെല്ലാം കൊള്ളയടിച്ചു. ഇങ്ങനെ വലിയൊരു കലാപമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അധികാരത്തിലിരുന്ന സർക്കാർ ഈ കലാപത്തിനെതിരെ വലിയ നടപടികളൊന്നും എടുത്തില്ല. അതായത് ഈ കലാപം നടത്താൻ കോൺഗ്രസിൻ്റെ അണികളെ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു അന്നത്തെ കോൺഗ്രസ് സർക്കാർ ചെയ്തത്. പല കലാപങ്ങൾക്കും നേതൃത്വം നൽകിയത് കോൺഗ്രസിൻ്റെ തന്നെ അറിയപ്പെടുന്ന നേതാക്കന്മാരായിരുന്നു എന്നും നമുക്കറിയാം. പക്ഷേ ഇത്തരം കലാപം നടത്തിയ ആളുകളെ ഒന്നും മാതൃകാപരമായി ശിക്ഷിക്കാൻ അന്നത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ സജ്ജൻ കുമാർ എന്ന് പറയുന്നത്. സജ്ജൻ കുമാർ നേരിട്ടാണ് ഒരു അച്ഛനെയും മകനെയും, അതായത് ജസ്വന്ത് സിംഗ് എന്നു പേരായ ഒരു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മകനെയും കൊലപ്പെടുത്തുന്നത്. ഒരാൾക്കൂട്ടമാണ് ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നത്. എന്നാൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചിരുന്നത്, ആൾക്കൂട്ടത്തിന് ആവശ്യമായ ആജ്ഞകൾ നൽകിയിരുന്നത് ഇതെല്ലാം കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കൊലപാതകത്തിൽ 1-ാം പ്രതിയായി വരുന്നു. 1985 ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസ് ആണ്. സജ്ജൻ കുമാർ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവും MPയുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സജ്ജൻ കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ കേസ് മുടക്കിയത് 30 വർഷങ്ങളാണ്. നീണ്ട 3 പതിറ്റാണ്ടുകൾ ഈ കേസിൽ നടപടികളൊന്നും ഉണ്ടായില്ല. പക്ഷേ അന്നൊക്കെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന BJP ഈ സജ്ജൻ കുമാറിനെതിരെ നടപടി വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അവർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു. 2015 ഈ സിഖ് വിരുദ്ധ കലാപം അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുന്നതും അവർ ഈ കേസ് പുനരുജ്ജീവിപ്പിക്കുന്നതും. തുടർന്നാണ് സജ്ജൻ കുമാറിനെതിരെ പ്രധാനപ്പെട്ട തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരുന്നതും കോടതിയുടെ പരിഗണനയിലെത്തുന്നതും. 2021 ഡിസംബറിൽ തന്നെ ഈ കേസിൽ ചാർജ് ഷീറ്റ് കൊടുത്തു. അതിനുശേഷം പ്രഥമ ദൃഷ്ട്യാ തന്നെ സജ്ജൻ കുമാറിന് ഈ കൊലപാതകത്തിന് പങ്കുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. 2 ആഴ്ച മുമ്പാണ് സജ്ജൻ കുമാർ കുറ്റക്കാരനാണ്, അതായത് കൊലപാതകം, കലാപം നടത്തൽ, നിയമവിരുദ്ധമായി സംഘടിക്കൽ എന്നീ വകുപ്പുകളടക്കം നിരവധി വകുപ്പുകളിൽ കുറ്റക്കാരനാണ് സജ്ജൻ കുമാർ എന്ന് കോടതി കണ്ടെത്തിയത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ ആവശ്യപ്പെട്ടത്. അതായത് മനുഷ്യത്വരഹിതമായ കൊലപാതകമാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സജ്ജൻ കുമാർ ചെയ്തത് എന്ന് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ കോടതിയാണ്, ദില്ലി റോസ് അവന്യൂ കോടതി, പ്രത്യേക കോടതിയാണ് ഇന്നിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇനി ജീവപര്യന്തം തടവിൽ കഴിയാനാണ് കോൺഗ്രസ് നേതാവും മുൻ MPയുമായ സജ്ജൻ കുമാറിന്റെ വിധി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.